വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കൊല്ലം ശ്രീ പിഷാരികാവ്. മീനമാസത്തിലെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ കാളിയാട്ടം വളരെ പ്രസിദ്ധമാണ്. വൈവിധ്യമായ ആചാരാനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന ഉത്സവത്തിൽ പങ്കാളികളാവാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. കാളിയാട്ട ദിവസം വേട്ടുവരുടെ ഉപ്പുംതണ്ട് വരവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം ക്ഷേത്രത്തിലെ പ്രധാന നാന്തകം സ്വർണ്ണനെറ്റിപ്പട്ടം കെട്ടിയ പിടിയാനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തെത്തുമ്പോൾ വ്രതാനുഷ്ഠാനത്തോടുകൂടി താലപ്പൊലി നീക്കണം പഠിപ്പിക്കും. എഴുന്നള്ളത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള പാലച്ചുവട്ടിലേക്ക് നീങ്ങി അവിടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം തിരിച്ച് എഴുന്നള്ളും. മേളം തുടങ്ങിക്കഴിഞ്ഞാൽ ഈഴവ സ്ത്രീകൾ വ്രതത്തോടുകൂടി ആയിരത്തിൽ അരിക്കളത്തിൽ ചൊല്ലുന്നു. ശേഷം തണ്ടാന്റെ കലശം വരവും എഴുന്നള്ളത്തിന് സമീപത്തെത്തുന്നു. എഴുന്നള്ളത്ത് മേളത്തോടുകൂടി വടക്കേ നടയിൽ പ്രവേശിച്ച് മേളം സമാപിച്ചു കഴിഞ്ഞാൽ കിഴക്കേ നടയിലൂടെ ഊരു ചുറ്റാൻ ഇറങ്ങുന്നു. ആ സമയത്ത് കലശക്കാർ കിഴക്കേ നടയിൽ ആർപ്പുവിളിയോടെത്തുന്നു. എഴുന്നള്ളത്ത് മുന്നോട്ട് നീങ്ങിയാൽ കലശക്കാർ കിഴക്കേ നടയിൽ നിന്ന് തിരിച്ചു പോകുന്നു. ഒരു ചുറ്റൽ കൊണ്ടാട്ടമ്പടി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു.
അവിടുത്തെ ചടങ്ങിന് ശേഷം നിർദ്ദിഷ്ട സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള പാലച്ചുവട്ടിൽ പ്രവേശിക്കുന്നു. പാലച്ചുവട്ടിൽ തെയ്യമ്പാടിക്കുറുപ്പിന്റെ സോപാന നൃത്തത്തിന് ശേഷം ക്ഷേത്രനടയിലേക്ക് പ്രവേശിച്ച് ക്ഷേത്രത്തെ വലം വെച്ച് വാളകം കൂടുന്നു. വാളകം കൂടിയതിനു ശേഷം തെയ്യമ്പാടിക്കുറുപ്പിന്റെ കിഴക്കേ നടയിലുള്ള അരുളപ്പാടോടുകൂടി ഉത്സവം സമാപിക്കുന്നു.